ഹലോ, ഇന്നത്തെ ചെറിയൊരു യാത്രയാണ്. യാത്ര എന്ന് പറയുമ്പം ദൂരത്തേക്കോ അങ്ങനെയൊന്നുമല്ല, ഒരു ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്യാൻറ്റീനിലേക്കൊന്ന് പോവും. അങ്ങനെ പോയതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു 8-9 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ, മോനൊക്കെ ആയതിനു ശേഷം എവിടെ പോവുകയാണെങ്കിലും അവരൊക്കെ കൂട്ടി കാര്യങ്ങളും എന്ത് ചെറിയൊരു കാര്യത്തിനാണെങ്കിലും പോകുമ്പോൾ അവരൊക്കെ കൂട്ടിയിട്ടേ പോകാറുള്ളായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത്രയും സമയത്തേക്ക് രണ്ടുപേരെയും കൂട്ടാണ്ട് പോകുന്നത് ഒരു 9 വർഷത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. വേറെ എവിടെയല്ല, ക്യാൻറ്റീനിൽ പോയതായിരുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടിയത്. അത് വേറൊന്നുമല്ല, നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ യൂണിറ്റിനോട് ചേർന്നിട്ട് ഉള്ള ക്യാൻറ്റീൻ ആകുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കും. നമുക്ക് അങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, രാഹു 3/4 ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ടീഷർട്ടും 3/4 ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ക്യാൻറ്റീനിൽ അതെന്താ അങ്ങനത്തെ റൂൾ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡറാണ്, അത് പാടില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുണ്ട് കൊടുത്തിട്ട് അവിടെ പോകാൻ പറ്റും. എന്ത് ബേസിലാണ് അത് പറ്റൂല എന്ന് പറഞ്ഞതെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ തർക്കിക്കാനും നിന്നില്ല. എന്നാലും നമ്മളെവിടെയും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ക്യാൻറ്റീൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ രാഘുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഫ്രണ്ട് നാട്ടിലില്ല, ഫോറിനിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവരെ ബ്രദറിൻ്റെ ഒരു പാൻറ്റ് വാങ്ങി. എന്നതിന് ശേഷം ഞാൻ ആദ്യം ഉള്ളിൽ കയറി, ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം രാഘവും കൂടെ അവിടെ നിന്ന് വാങ്ങി പാൻറ്റ് ഇട്ട് വന്ന് കയറി. അപ്പോൾ അവിടെ കൗണ്ടറിലുള്ള ആളൊന്ന് ഞെട്ടി. സത്യം പറഞ്ഞാൽ അതുവരെ 3/4 ഇട്ട് വന്ന ആളെ പെട്ടെന്ന് പാൻറ്റ് കണ്ടപ്പോഴേക്ക് ഇത്രയും അടുത്തുള്ളതാണ്. ഇത് ക്യാൻറ്റീനിൽ നോക്കുന്ന സ്ഥലത്ത് ആ 2 ഷോപ്പിൻ്റെ ഇടയിലാണ് അവരെ വീട് വരുന്നത്. അപ്പോൾ അവിടെ പോയി പാൻറ്റൊക്കെ വാങ്ങി വന്നിട്ടു. എന്നതിന് ശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോയി. കളക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെയും ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുപോലൊരു പണി കിട്ടുമെന്നുള്ളത് തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ നേരെ മുന്നിൽ തന്നെ അവരെ വീടുള്ളത് കാരണം രക്ഷപ്പെട്ടു. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുമ്പോഴിങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന്, ഒറ്റയ്ക്ക് മീൻസ് മക്കളൊന്നും ഇല്ലാണ്ട് കുറേ ആയില്ലേ ഇങ്ങനെ കുടിച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചു. അത്യാവശ്യം ഒരുപാട് സമയമൊന്നും എടുത്തില്ല, ഒരു 2 മണിക്കൂർ സമയം മാത്രം. നമുക്ക് ഒരുപാട് ദൂരമില്ല ക്യാൻറ്റീനിലേക്ക്. എന്നാൽ തന്നെയും ഇത്രയും വർഷത്തിന് ശേഷമാണ്. അപ്പോൾ എല്ലാവരും പറയും, നമ്മൾ മക്കളൊക്കെ ആയാൽ തന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള സമയം കണ്ടെത്തണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഓരോ ആൾക്കാരുടെ ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഞങ്ങളെപ്പോഴും മക്കളും കൂടെ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും പുറത്തു പോകുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ പുറത്തു പോകും. ആ സമയത്ത് അമ്മേൻ്റെ അടുത്ത് നിൽക്കും. എന്നാലും ഇത്രയും സമയത്തേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല നാടൻ മോര് കിട്ടും, മോര് വെള്ളം കിട്ടും, സോഡ കിട്ടും. അപ്പോൾ ഞാനൊരു ലെമൺ സോഡയും രാഘു ഒരു മോര് സോഡയും കൂടെ കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി. അപ്പോൾ ഇനിയും നമുക്കിത് ഇതേപോലെ വല്ലപ്പോഴും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബായ്.